Hello students, welcome back to Minis Tutorials. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ ആനുവൽ എക്രിഷൻ ആണ്. What do you mean by annual accretion? That is employer's contribution to the provident fund in excess of 12% of salary and interest allowed by the employer to the balance of provident fund in excess of 9.5%. That means സാലറിയുടെ 12%ഉം അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് അലൗ ചെയ്യുന്ന ഇൻട്രസ്റ്റ് 9.5%-നേക്കാളും കൂടുതലാണ് എങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ആനുവൽ എക്രിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് ടാക്സബിൾ പോർഷൻ ഓഫ് ആനുവൽ എക്രിഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ, മിസ്റ്റർ എക്സ് ഈസ് എംപ്ലോയിഡ് ഇൻ ഭാരത് പേപ്പർ കമ്പനി at rupees 24,000 per month. He is a member of recognized provident fund to which he and his employer contribute 14% of his salary. That means 12% of salary ആണെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% of salary. ഈ ക്വസ്റ്റ്യനിൽ 14% ആണ്, അപ്പോൾ 2% ആണ് എക്സസ് വരുന്നത്. അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദ ഇയർ ഹി വാസ് ഗിവൺ ക്രെഡിറ്റ് ഓഫ് റുപ്പീസ് 8,400 ആസ് ഇൻട്രസ്റ്റ് ഓൺ ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ബാലൻസ് ഓഫ് റുപ്പീസ് 80,000 ആണ് ബാലൻസ് ഉള്ളത്. അതിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 8,400 ആണ്. അപ്പം നമുക്ക് നോക്കണം എത്രയാണോ 9.5%. ഈ 8,400 എക്സസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. Calculate the taxable amount of annual accretion to be included in his income under the head salaries for the assessment year 2024-25. Above first you write the computation of taxable annual accretion for the assessment year 2024-25. ഇവിടെ സാലറി തന്നിട്ടുണ്ട് പെർ മന്ത് 24,000 പെർ മന്ത് ആണ്. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് ദ ആനുവൽ സാലറി ഈക്വൽ ടു 24,000 into 12, that is equal to 2,88,000. ഇനി employer's contribution in excess of 12% of salary, taxable portion, employer's contribution in excess of 12% of salary. എത്രയാണ് വരുന്നത്? 2,88,000 into 2% ആണ് എക്സസ് വരുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ 2%? ദറ്റ് ഈസ് ഈക്വൽ ടു 5,760. ഇനി സെക്കൻഡ് പോയിന്റ്, ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഡ്യൂറിംഗ് ദ ഇയർ ഹി വാസ് ഗിവൺ എ ക്രെഡിറ്റ് ഓഫ് റുപ്പീസ് 8,400 ആസ് ഇൻട്രസ്റ്റ് ഓൺ ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ബാലൻസ് ഓഫ് റുപ്പീസ് 80,000. അപ്പോൾ ഇൻട്രസ്റ്റ് in excess of 9.5%. 9.5%. That means 80,000 into 9.5%.
that is equal to 7,600. ഇവിടെ എത്രയാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? 8,400 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്? That is 8,400 minus 7,600. We get 800. But what is the taxable portion of annual accretion? That is taxable annual accretion is equal to 6,500. ഈ എമൗണ്ട് ആണ് നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തേണ്ട, ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫിഗർ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ബികോം സ്റ്റുഡൻസിന് 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.